ഹലോ ഗായ്സ്, വെൽക്കം ടു എറർ ഹാൻഡ്ലർ. മൈക്ക് ഓക്കെ ആണോ? കേൾക്കാമോ? എനിക്കറിയില്ല. ഇന്ന് നമുക്ക് വലിയ ഫോർമൽ ടോക്ക് ഒന്നും ഇല്ല കേട്ടാ. നമ്മളൊന്ന് ചില സംസാരിക്കാലോ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പുതിയ ബഡ്ജറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. വി ഡി സതീശൻ സാറുടെ ഗവൺമെന്റ് ആണ്. അതിനെ കുറിച്ച് നമുക്ക് സിമ്പിളായി ഒന്ന് നോക്കിപ്പോയാലോ. അധികം പൊളിറ്റിക്സ് ഹെവി ഒന്നും ആക്കില്ല. നമുക്കൊരു സാധാരണ മനുഷ്യരായിട്ട് സംസാരിച്ച് നമുക്ക് പോവാം. ഓക്കെ. പിന്നെ ഇന്ന് മുതൽ ഞാൻ പറയാണ്, ഇന്ന് മുതൽ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അതുപോലെ നമുക്ക് ചാറ്റിലൂടെ ഒക്കെ നമുക്ക് സംസാരിക്കാനുള്ള വഴി നമുക്ക് നോക്കാം. ഓക്കെ. ഇന്നിപ്പോൾ നമുക്ക് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അതൊക്കെ ചാറ്റിൽ പറയാം. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ കൂടെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് ഇൻകം ഫിക്സഡ് ആണ്, പക്ഷെ എക്സ്പെൻസ് ആണെങ്കിൽ വളരെ ഹൈ. അതുകൂടാണ്ട് നമുക്ക് എല്ലാവർക്കും ലോൺ ആണെങ്കിൽ ഓൾറെഡി ഉണ്ട് താനും. ഇതാണ് ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ സിറ്റുവേഷൻ. ആരെങ്കിലും ബഡ്ജറ്റ് കണ്ടവരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റിൽ വന്ന് പറയാൻ, എൻ്റെ അഭിപ്രായം പറയണം. മേ ബി സ്ട്രീം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുക, അല്ലെങ്കിൽ സ്ട്രീമിങ്ങിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെയ്യാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ബ്രിങ്ങിങ് ചെയ്ത് കൊണ്ടുവരിക. ഐ മീൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നല്ല സ്റ്റാർട്ടപ്പിന് സപ്പോർട്ട് കൊടുക്കുക. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ എല്ലാം ഗവൺമെന്റ് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടല്ല. പഴയ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ എല്ലാം ചെയ്യും. അങ്ങനെയാണ് പഴയ സ്റ്റൈൽ. പക്ഷെ ഇപ്പൊ പുതിയ സ്റ്റൈൽ അങ്ങനെയല്ല. സർക്കാർ നമുക്കൊരു സിസ്റ്റം സെറ്റ് ചെയ്ത് നമുക്ക് തരും, ബാക്കി പ്രൈവറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ. ഇത് നല്ലതാണോ ബേഡാണോ എന്നത് നിങ്ങൾ പറയാ, നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കണം. ഓക്കെ. ഈ ബഡ്ജറ്റ് നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം ചെറുതായിട്ട്. ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റിൽ ഉള്ളത് നമുക്ക് നോക്കാം. അതായത് റോഡ്സ്, പോർട്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇത് ബേസിക് ആണ്, ഡെവലപ്മെന്റ് ബേസ്. ഓക്കെ. അതുപോലെ സ്റ്റാർട്ടപ്പ് പ്ലസ് യൂത്ത്, അതായത് പുതിയ ബിസിനസ് തുടങ്ങാൻ നമുക്ക് നല്ലൊരു സപ്പോർട്ട്. ഓക്കെ. ഈ സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കിവിടെ ജോബ് കുറവാണ്. സോ നല്ല സ്റ്റാർട്ടപ്പുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ജോബിന്റെ ഇതും കൂടി കൂടും. പിന്നെ ലാൻഡ് റീഫോം ടൈപ്പ് ചേഞ്ചസ്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള ശ്രമം. കേരളത്തിൽ ഈ സംഭവം വളരെ വലിയൊരു പ്രോബ്ലം ആണ് ഇപ്പം, ഈ ലാൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നുള്ളത് എന്നിട്ട് വെൽഫെയർ സ്കീംസ് ആണ്. അതായത് ഇമ്പോർട്ടന്റ് പോയിന്റ്, എല്ലാം കട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പെൻഷൻ, ഹെൽത്ത് സപ്പോർട്ട് എല്ലാം കണ്ടിന്യൂ തന്നെ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഒരു മിക്സ് മോഡല്, അത് മുഴുവനായിട്ടും പുതിയൊരു സംഭവമല്ല, ബട്ട് ഒരു മിക്സഡ് മോഡലാണ് വരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നല്ല ബഡ്ജറ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയാം. ജോബ് വരുമോ എന്നുള്ള വിശ്വാസം നിങ്ങൾ അത് പറയാ. കേരളം ഇനി അങ്ങോട്ട് ഇമ്പ്രൂവ് ആകുമോ എന്നുള്ള കാര്യവും നിങ്ങൾ തന്നെ പറയാം. ഓക്കെ. അത് നിങ്ങൾ തന്നെ പറയണം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിലേ പേപ്പറിലെല്ലാം നല്ലതായിരിക്കും, പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് പ്രോബ്ലം. അതായത് മണി ലിമിറ്റഡ് ആയിരിക്കും, ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടീഡ് അല്ല. അതുപോലെ അത് ഒരു പേപ്പറിൽ വന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അത് എന്താ പറയാ, ഒരു എക്സിക്യൂഷൻ വളരെ സ്ലോ ആകാനും സാധ്യത നമ്മുടെ കേരളത്തിൽ പണ്ടേ തൊട്ടുള്ളതാണ്. മനസ്സിലാവണ്ട, എല്ലാം അനൗൺസ് ഒക്കെ ചെയ്യും, അതാണല്ലോ നമ്മുടെ ചരിത്രം. പക്ഷെ അത് ഡിലേ ആവുകയും ചെയ്യും, അതാണ് പ്രശ്നം. ഇതുപോലെ എക്സ്പീരിയൻസ് നമുക്കുണ്ടെന്നറിയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള കാര്യങ്ങളും ചാറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഒപ്പോസിഷൻ പറയുന്നത് ഇത് ഓവർ അംബീഷ്യസ് ആണെന്നാണ് നമ്മുടെ എതിർ പാർട്ടികൾ. അതായത് നമ്മളെ എന്താ പറയാ, ഓപ്പോസിറ്റ് പാർട്ടി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നല്ലൊരു ആവശ്യമായിട്ടുള്ളൊരു ചേഞ്ച് ആണെന്നും അവർ പറയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ രണ്ടും പാർഷ്യലി ശരിയാണ് കേട്ടാ. രണ്ടുപേര് പറയുന്നതും പാർഷ്യലി അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സിസ്റ്റം പ്ലസ് ന്യൂ സിസ്റ്റം മിക്സ്, അതിലൊരു വലിയ ഹോപ്പും കാണാനുണ്ട്. അതുപോലെ റിസ്ക്കും അതിലുണ്ട് താനും. ഓക്കെ. ഇത് റിസൾട്ട് കാണേണ്ട ഗെയിമാണ് സത്യത്തിൽ. പേപ്പർ അല്ല, ആക്ച്വലി എക്സിക്യൂഷൻ ആണ് മാറ്റർ. ഓക്കെ. പേപ്പറിൽ നമുക്ക് എന്ത് എഴുതി വെക്കാമല്ലോ.
പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഇതിന് വേണ്ട നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പൊ എന്നെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചാറ്റിൽ പറയാം. ചാറ്റിൽ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ നമുക്കൊരു കണ്ടന്റായിട്ട് ഇന്നോ നാളെയൊക്കെ ചെയ്യാൻ പറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാടും. എന്താ ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം? നമുക്ക് ആ കാര്യം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവണ്ട, നല്ല കാര്യങ്ങൾ നടക്കണം. അതായത് ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഈ വിദേശത്തൊക്കെ വന്ന് പണിയെടുക്കാനുള്ള മെയിൻ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കും. നമ്മുടെ നാട്ടിൽ നല്ല ജോലിയും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളൊരാളും നമ്മുടെ നാട് വിട്ടുന്നുള്ളതല്ല. ഇപ്പൊ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ കുറെ നഴ്സുമാർ ഇപ്പോഴും സമരം അത് നാട്ട് ഇപ്പോഴും ഫ്രണ്ടിൽ തമ്പടിച്ചിരിക്കണം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. മനസ്സിലാവണ്ട. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സും ചേച്ചിമാരും ചേട്ടന്മാരും ഒന്നും നമ്മുടെ നാടും വിട്ട് പുറത്തേക്ക് വരേണ്ട കാര്യം ഒന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഭാഗം ചിന്തിക്കും. ഇത്രയും കാശ് കൊടുത്തിട്ടാണ് ഓരോ ആൾക്കാരും നേഴ്സിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് നേഴ്സിംഗ് പഠിച്ചിട്ട് ഒരു മാസം 10ഉം 30ഉം കിട്ടിയിട്ട് എന്താണ് കാര്യം? ആ സമയം നാട്ടിൽ കിട്ടുന്ന 3 മാസത്തെ അല്ലെങ്കിൽ ഒരു 4 മാസത്തെ ശമ്പളം നിങ്ങൾ കൂട്ട്. ആ ശമ്പളത്തിന്റെ മേലെ ഒരു മാസം ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടല്ലേ വരുള്ളൂ, പുറം രാജ്യത്തേക്കാണ് അവർ വരുള്ളൂ. എന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പറയും വിദേശത്തേക്ക് പോകുന്നത് കൂടുന്നുണ്ട്, നമ്മുടെ യുവാക്കളെല്ലാവരും വിദേശമാണ്. എന്തുകൊണ്ടാണ് യുവാക്കളെല്ലാവരും വിദേശത്തേക്ക് പോകാനുള്ള കാരണം? ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, സോറി. സ്ട്രീമിംഗ് ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ, സോറി. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കാൻ മടിയുള്ള ഞാൻ ഇതുപോലുള്ളൊരു നാട്ടിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തെ നാട്ടിലേക്ക് നമ്മൾ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ നടന്നു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന പരിസരം, നമ്മുടെ ചുറ്റുമുള്ള പരിസരം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമ്മളത് കണ്ട് നമ്മളിങ്ങനെ കിലോമീറ്ററോളം നമ്മൾ നടന്നു പോകും. നടപ്പാതകളും തെരുവീഥികളും ഇപ്പൊ റോഡ് സൈഡ് ആയിക്കോട്ടെ, തിരക്കുള്ളൊരു സ്ഥലം ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പാരീസ്, അതുപോലെ സ്പെയിനിലെ എസ്പെഷ്യലി ബാഴ്സലോണ, അണ്ടോറ, അതുപോലെ ജർമ്മനി, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇറ്റലി, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയി നമുക്ക് അവിടെയൊക്കെ ഇപ്പൊ പാരീസിലൊക്കെ ഞാനിങ്ങനെ പല ബിൽഡിങ്സും നോക്കി നിന്ന് നമ്മൾ നിന്ന് സ്ട്രീറ്റുകൾ പോലും നോക്കി നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും, അപ്പൊ ചില ആൾക്കാർ പറയും ഇതൊന്നും കമ്പയർ ചെയ്യരുത് കേരളത്തിന്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല? ഇത്രയും നല്ലൊരു സ്ഥലം നമുക്ക് ദൈവം തന്നിട്ട് നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും, തികച്ചും പറ്റും. ഇപ്പോഴും നമ്മുടെ കേരളം ഇഷ്ടപ്പെട്ടു വരുന്ന ടൂറിസ്റ്റുകൾ ഉണ്ട് എങ്കിൽ സ്റ്റിൽ നമുക്ക് അവിടെ ഹോപ്പ് ഉണ്ട് എന്നാണ് അർത്ഥം. വരുന്ന ഓരോ ഗവൺമെന്റും ഓരോ പദ്ധതികളും ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ഭരണ ഉം, കഴിഞ്ഞ ഭരണത്തിലാണെന്നുണ്ട് നമ്മുടെ എന്താ പറയാ ടൂറിസ്റ്റ് മന്ത്രി ആരാണ്ടൊരു പുള്ളിക്കാരൻ കോഴിക്കോടാന്നുണ്ട് ബീച്ചില്, കോഴിക്കോട് ആലപ്പുഴ ബീച്ചിൽ നമ്മളെന്താ പറയാ ഒരു ഒരു പാലൊക്കെ പണിതു. അതായത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു സംഭവമൊക്കെ പണിതു. അതിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു ആ ഉദ്ഘാടനത്തിന്റെ ഉള്ളിൽ. ഈ സംഭവമൊക്കെ ഉണ്ടായിട്ട് ഉറപ്പില്ല കേട്ടാ, ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത് പറയാണ്. അതിന്റെ മെയിൻ്റെനൻസ് ഇല്ലാണ്ട് ഇപ്പൊ അതിന്റെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയാണെന്ന് പറയണേ. ഓക്കെ, മനസ്സിലാവണ്ട. അപ്പൊ എന്തൊരു കാര്യം തുടങ്ങണേനല്ല, അത് തുടങ്ങിയത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണതാണ് ഇവിടേക്ക് കിട്ടുന്ന. അല്ലെങ്കിൽ ഇവിടേക്ക് ഇപ്പൊ ഞാൻ ഇവിടെ മാട്ടയിൽ ബസ് കയറാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ജംഗ്ഷനാണ് എംസിറ എന്ന് പറയും. ആ എംസിറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ അവിടെ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ബസ് ഇങ്ങനെ മാറി കയറി നമുക്ക് പോവാം. ഞാൻ അവിടെ ചെന്ന് ബസ് കയറാനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും അവിടെ വന്ന് ആ പരിസരം അടിച്ച് തെളിച്ച് വീണ സിഗരറ്റ് കുറ്റി അത് ഇത് എല്ലാ സംഭവം തൂത്തുവാരി ആളെല്ലാ ദിവസവും കാണാം. ആൾക്ക് ഒരു എന്താ പറയാ മുഖത്ത് ഞാനൊരു എന്താ ഒരു തൂപ്പുകാരനാണ് എന്നല്ല, പബ്ലിക്കാണ് ആള് ആക്ച്വലി വൃത്തിയാക്കണം. പബ്ലിക്, അല്ലാണ്ട് ആളുടെ വീടോ ഒന്നല്ല. ചിലപ്പോൾ ആളുടെ വീട് ക്ലീൻ ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ ജോലിക്കാരി അല്ലെങ്കിൽ ആളുടെ ഭാര്യക്കാരോ. പക്ഷേ ആള് ക്ലീൻ ചെയ്യുന്നത് ആളുടെ രാജ്യത്തിന്റെ ഒരു ഏരിയ. ആളുകൾ ക്ലീൻ ചെയ്യുന്നത് ആളെല്ലാ ദിവസം വന്ന് കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ ബസ് ഇറങ്ങി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ ആള് വന്ന് എല്ലാം ക്ലീൻ ചെയ്തു. മെയിൻറ്റെയിനിങ് എന്ന് പറയും. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പോലും ഇവിടെ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് നടക്കുന്നുണ്ട്. മനസ്സിലാവണ്ട. ഒരു ജോലി കിട്ടാണ്ട് പാവങ്ങൾ നടക്കണ കാണുമ്പോൾ വിഷമാവും. ഈ പൊരിവെയിലത്തും അല്ലെങ്കിൽ ഈ തണുപ്പത്തൊക്കെ നടക്കണ കാണുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും അവരെ വില കുറിച്ച് കാണല്ല. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവരെ കാണുന്നത്. പക്ഷെ അതൊരു വിഷമമുള്ള കാര്യം. എന്തോ ആവട്ടെ, ജോലിയെല്ലാം പോലെ തന്നെയാണ്. നമുക്ക് കാശ് കിട്ടുന്നുണ്ടോ, നമ്മുടെ കുടുംബം പുലർന്നു പോകുന്നുണ്ടോ, അപ്പൊ ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. കള്ളക്കടത്തൊന്നുമല്ല നടത്തണേ. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത. അപ്പൊ ഞാൻ പറയണേ,
നമ്മുടെ രാജ്യത്തും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് 10 പേരെ ആകർഷിക്കാൻ ആരും ആകർഷിക്കണ്ടോ? നമ്മുടെ ആൾക്കാർ തന്നെ മതി. വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ ആൾക്കാരും ഇതൊക്കെ യൂസ് ചെയ്യും. അവിടെ കച്ചവടം നടക്കും. കച്ചവടം നടക്കില്ലാന്നാണ് പറഞ്ഞത്. കച്ചവടം നടക്കും. വ്യാപാരികൾക്കും എല്ലാവർക്കും അതൊരു ഗുണം ചെയ്യും. എത്ര നാളായിട്ട് ഈ സന്തോഷ് സാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അയാൾക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നല്ല, സോറി, അദ്ദേഹത്തിന് ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നൊന്നല്ല. ബട്ട് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ അതിപ്പോ റോട്ടിൽ കിടക്കുന്ന ഒരു പിച്ചക്കാരൻ പറഞ്ഞാലും ഇതുപോലെ പേര് കേട്ടൊരു വ്യക്തി പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അവിടെ വയസ്സ്, പ്രായം, നോളജ് ഇതൊന്നും ഒരു വിഷയമല്ല. കളറ് ഇതൊന്നും ഒരു വിഷയമല്ല. അംഗീകരിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനേ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ബഡ്ജറ്റായി, പുതിയ ഭരണമായി, കാര്യങ്ങളായി, നന്നായിട്ട് തന്നെ പോണം തന്നെയാണ്. അല്ലാണ്ട് ആരെയും കുറ്റം പറയാനൊന്നല്ല ഞാൻ ഇത് പറയണേ. ഇപ്പൊ ഈ പറയണ സതീശൻ സാറിന്റെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ പിണറായി സാറിന്റെ കുറ്റം പറയാനൊന്നല്ല ഞാൻ ഇരിക്കണേ. ആര് വന്നാലും നമ്മുടെ നാടിന്റെ ഒരു പുരോഗതി, നമ്മുടെ ഇനിയുള്ള കാലം, നമ്മുടെ യുവാക്കൾ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തി അവർക്ക് പുതിയ സംരംഭങ്ങളും അതിനോടുകൂടി തന്നെ ജോലി ഒഴിവുകളും ഉണ്ടായി അതിലേക്കൊക്കെ ജോലി ആൾക്കാരെടുത്ത്, അതുപോലെ നമ്മുടെ എന്താ പറയാ, ഇപ്പോഴും ഫില്ല് ചെയ്യാണ്ടിരിക്കുന്ന ഗവൺമെന്റ് കുറെ കസാരകളുണ്ട്. PSC ത്രൂ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് യുവതികളും യുവാക്കളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്ക് ഇനി അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അതിനുള്ള പ്രായമായി. ഓക്കെ, ഇവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുന്നോട്ട് കൊണ്ടുവരണം. എനിക്കും ഈ നാട്ടിൽ വന്ന് കാണാൻ കണ്ടുപോകാനുള്ള താല്പര്യം എന്നുള്ളൂ. ഇവിടെ ജോലി എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, കാരണം എന്റെ ഭാര്യ എന്റെ മക്കൾ ഇപ്പോഴും നാട്ടിലാണ്. എന്ത് സുഖമാണെന്ന് ഈ പറയണ ഒരു സുഖമില്ല. അതേസമയം നമ്മുടെ നാട്ടിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടും എന്റെ നാട്ടിൽ നിൽക്കാനാണ് എനിക്ക് നമുക്ക് സന്തോഷം. കാശുള്ളപ്പോൾ വേണമെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ വന്ന് കണ്ടേച്ചു പോവാം. അത്രേ ഉള്ളൂ. എന്റെ നാടിനെക്കാട്ടും വലിയതല്ല ഇതൊന്നും. ബട്ട് പല ഫെസിലിറ്റികളും നമ്മൾ ഈ നാട്ടിൽ കാണുമ്പോൾ നമ്മൾ താരതമ്യം നമ്മൾ ചെയ്തു പോകും. എന്തുകൊണ്ട് ഇവിടെ നിന്നുകൂടാ, ഇത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നുകൂടാ എന്നൊക്കെ. ഒരു കാര്യം ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെനിക്കറിയാം പറഞ്ഞു വരുമ്പോൾ ലോജിക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള എന്താ പറയാ, അത്രത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ഓക്കെ, എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യത്ത്. അപ്പോ സംഭവം അങ്ങനെ ആണെങ്കിൽ കൂടെ, അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് സാമ്പത്തികം തിരിച്ചു പിടിക്കാനായിട്ടുള്ള റിസോഴ്സസ് ഇല്ല എങ്കിലും ഓക്കെ, നമുക്ക് റിസോഴ്സസ് ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ. അതുണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്നത് അതൊരു ചെറ്റത്തരം ഞാൻ പറയുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ട. ഇതൊന്നും ഇല്ലാത്ത പല രാജ്യങ്ങളും ഒരു റിസോഴ്സസ് ഇല്ലാണ്ട് അവരവരുടെ രാജ്യത്തിന് അവർ പൊന്നുപോലെ സൂക്ഷിക്കുന്നത് കാണുമ്പോൾ ഒക്കെ കൊതിയാവും. അത് കണ്ടു പരിചയമുള്ളതുകൊണ്ട് തന്നെയാണ് പറയണേ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ മാൾട്ടീസുകാരില്, ഇപ്പൊ ഇവിടെ ഞാൻ താമസിക്കുന്ന മാൾട്ടയില് ഒരു 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 വൃദ്ധ ദമ്പതികൾക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് അവർക്ക് ആ പെൻഷൻ കാശ് സെറ്റാണ്. വയറ് നിറച്ച് ഇഷ്ടത്തിന് ഭക്ഷണം കഴിച്ച് കാര്യങ്ങൾ നോക്കി വാർദ്ധക്യ പെൻഷനെ കുറിച്ച് ഞാൻ ഇനി പറയാം കേട്ടാ. പോപ്പുലേഷൻ കുറവാ ശരിയാ, കമ്പയർ ചെയ്യാൻ പാടില്ല ഇന്ത്യനെ ശരിയാ. ബട്ട് യാതൊരുവിധ റിസോഴ്സസ് ഇല്ലാത്ത ഈ ഒരു സംഭവം യൂറോപ്യൻ യൂണിയനെ മാത്രം എന്താ പറയാ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ നമ്മുടെ രാജ്യം അങ്ങനെയല്ല. നമുക്ക് പോപ്പുലേഷൻ ഉണ്ട്, നല്ല പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് വേണം. പക്ഷെ ഈ കാശ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാനായിട്ടല്ല. സ്രോതസ്സുകളുണ്ട്, അതിലുണ്ടാവും കറപ്റ്റഡ് അല്ലാത്ത, അതായത് വള്ളിക്കെട്ടുകളില്ലാത്ത ഒരു രാഷ്ട്രീയം, ഒരു ഭരണഘടനാ സംവിധാനത്തെ കുറ്റം പറയില്ല. അവിടെ ഇരിക്കുന്ന പല ആൾക്കാരും, എല്ലാവരും കുറ്റം പറയില്ല, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടേ. ഇതൊക്കെ ഒന്ന് മാറ്റിയും പറഞ്ഞ് ചിന്തിച്ച് ഇപ്പൊ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല, പക്ഷെ ഇന്ത്യനെക്കാട്ടും ചെറിയ രാജ്യങ്ങൾ വേൾഡ് കപ്പിൽ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. എന്താ ഇന്ത്യ അല്ലാത്ത? എന്തുകൊണ്ടാണ് ഇന്ത്യ ഇല്ലാത്ത? നമുക്കെന്തേ അതിനുള്ള പിള്ളേരില്ലേ? അതിനുള്ള സംവിധാനങ്ങളില്ലേ? ഉണ്ട്, പക്ഷെ അതിനൊന്നും സമയം കളയാനായിട്ട് ആർക്കും ഒരു എന്താ പറയുക ഉഷാറില്ല. ഇതൊക്കെ മാറണം. ഇതിപ്പോ കേരളം മാത്രം മാറിയോണ്ട് ഇന്ത്യ നന്നാവില്ല. ഇന്ത്യ നന്നാവണമെങ്കിൽ ഇന്ത്യയിലത്തെ മെയിൻ കേന്ദ്രത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെ നന്നായി ഇതൊക്കെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ മുൻകൈ എടുത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇതുപോലുള്ള യുവാക്കൾ ആരും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്ന്
സ്വന്തക്കളും ബന്ധുക്കളും വിട്ട് പുറത്ത് പോയിട്ട് പണിയെടുക്കില്ല. ഇത് പുറത്ത് പോയിട്ട് പണിയെടുത്തവരെ തിരിച്ചു വരാത്തത് അമ്മ അതിന്റെ അടിപൊളി സെറ്റപ്പാണ് പുറത്തുള്ളതേ. അപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങള് നമ്മുടെ സതീഷ് സാറുടെ പുതിയ ഗവൺമെന്റ്, അവരുടെ ഭരണം, ബഡ്ജറ്റ് ഇതൊക്കെയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഹാൻഡിലോട് പറയാം. നമുക്കത് നോക്കി നമുക്ക് വായിച്ച് നമുക്കതൊക്കെ നോക്കി നമുക്കൊരു ഡിസ്കഷനൊക്കെ വെക്കാം. പിന്നെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ബോറ് പരിപാടിയാണ് ഇത് ചെയ്യണേ. എനിക്കത് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് കണ്ടങ്ങനെ വലിയ കുത്തിപ്പിടിച്ചിരിക്കാനായിട്ട് ഒരു കോപ്പ് ഞാൻ തരണില്ല. ബട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത് എൻ്റെ ഒരു സ്പേസ്, ഞാൻ സംസാരിക്കുന്നു. ഇനി ഇതിനെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നെ അറിയിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചിന്തിക്കണം, നാളെ മുതലേ ഒരു 3 ദിവസത്തേക്ക് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ പോലെ യൂറോപ്പും അതിൻ്റെതായ, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളും അതിൻ്റെതായ പ്രശ്നങ്ങളും, നമ്മളൊരു 3 ദിവസത്തെ ഒരു എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഞാൻ നാളെ എങ്ങനെയായിട്ടാണ് നിൽക്കണേ. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പോൾ സമയമാവും. അതുകൊണ്ടാണ് ഈ ഉഷാറില്ലാത്ത. പക്ഷെ നല്ലൊരു സ്ട്രീമിങ് നമ്മൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. മനസ്സിലാവണ്ട. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കിടപ്പുവശങ്ങൾ. അപ്പോൾ പരിപാടി നിർത്താണ്. ഇത്രയൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ പറയും. വന്നാലും വന്നില്ലെങ്കിലും പറയും. ആര് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് പറയും. അത് ഞാൻ തന്നെ കേൾക്കും. സന്തോഷം മാത്രമല്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൾച്ചർ വിടാണ്ട്. കാരണം ഞാനിവിടെ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരാളെയും പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഞാനിവിടെ ഇല്ല. ഞാനൊരു ന്യൂട്രൽ പിടിച്ചിട്ടാണ് പോണേ. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. മനുഷ്യന്മാരാണ്, ഉണ്ടാവണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലേ നമുക്ക് പുതിയ കാര്യങ്ങളിലേക്കുള്ളൊരു ചുവടുവെപ്പ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും വരണം. നിങ്ങളതൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ഞാൻ നേരാണ്. അപ്പോൾ എറർ ഹാൻഡ്ലർ എല്ലാ ദിവസവും പരമാവധി ഉണ്ടാവും. അത് ഏതൊരവസ്ഥയിലും. കാരണം ഇതിപ്പോൾ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ല. വായ മാത്രം നീങ്ങിയാൽ പോരെ. പിന്നെ കുറച്ച് കണ്ടന്റ് കിട്ടാനാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ. പിന്നെ രണ്ടാമന്മാരുടെയും ഒന്നും കഥ പറയാൻ നമുക്ക് സമയമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ബോർ സംസാരമാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ എറർ ഹാൻഡിൽ സൈനിങ് ഓഫ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് മിടുക്കന്മാരായിട്ട് കിടന്നുറങ്ങും. നമുക്ക് നാളെ കാണാം. ഓക്കെ.